നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാഹുൽ ടെക്സോ ബ്രാൻഡിൻ്റെയും ലാൽജി വാലയുടെയും കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ്. നല്ല അടിപൊളി കളക്ഷൻസ് നമ്മൾ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടമുള്ള മിക്സ് മാച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. ചെറിയ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സേജ് അയച്ച് കുറേ പേർക്കൊന്നും ഫോട്ടോസ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ മെസ്സേജ് അയച്ചിട്ടും ഫോട്ടോസ് കിട്ടാത്തവരൊന്ന് മെസ്സേജ് ചെയ്യുക, നമ്മൾ അയച്ചു തരാം, ഫോട്ടോസ് അയച്ചു തരാം. അപ്പോൾ ഈ കാണിക്കണൊക്കെ രാഹുലിൻ്റെ മെറ്റീരിയലാണ്. ഇതിൻ്റെ വില വന്നത് 143 പ്ലസ് GST ആണ്. 143 GST എന്ന് പറയുമ്പം GST ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഒരു 150 രൂപ അടുത്തേക്ക് റേറ്റ് വരും. 275 GSM ക്വാളിറ്റി ആയിട്ടാണ്. ഇപ്പോൾ രാജവാടി പ്രിൻ്റ് ആണെങ്കിൽ തന്നെ 285 GSM ക്വാളിറ്റി ഉണ്ട്. ലാൽജി വാലയുടെ ആയിട്ടാണ്, വൈറ്റ് ഗോൾഡാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം വൈറ്റ് ഗോൾഡ് എന്തുമാത്രം ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെയിൽ ചെയ്യണം എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാവർക്കും വൈറ്റ് ഗോൾഡായിരിക്കും ചോദിക്കുന്നത്. നല്ല ഡിസൈൻസൊക്കെയാണ്. ഇപ്പോൾ ലാൽജി വാലയിലാണെങ്കിലും രാഹുലിലൊക്കെ ആണെങ്കിലും വൈറ്റ് ഗോൾഡിലൊക്കെ വന്നാൽ നല്ല അടിപൊളി കളക്ഷൻസാണ് വന്നത്. പിന്നെ മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ്. നമ്മുടെ ഷോപ്പ് വന്നത് മൂവാറ്റുപുഴയാണ്. അപ്പോൾ ഷോപ്പിൽ നേരിട്ട് വന്ന് എടുക്കാനുള്ളവർക്ക് നേരിട്ട് വന്ന് എടുക്കാം. അല്ല, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിനകത്ത് മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ഐറ്റമാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഫോട്ടോസ് എല്ലാത്തിൻ്റെയും ലഭിക്കും. നൈറ്റി മെറ്റീരിയൽ അല്ലാണ്ട് തന്നെ നമുക്ക് കുർത്തീസ്, ടോപ്പ്, അണ്ടർ സ്കേർട്ട്, കോട്ടൺ ഷോൾ, സ്റ്റിച്ചഡ് നൈറ്റീസ് തന്നെ നമുക്ക് ഹാഫ് സ്ലീവും ഉണ്ട്, 3/4 സ്ലീവും ഉണ്ട്. അപ്പോൾ എന്ത് ഐറ്റം വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഉടനെ തന്നെ സ്റ്റോക്കിലുള്ള എൻ്റെ ഫോട്ടോ കിട്ടും. കാറ്റലോഗ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ അടുത്ത് എല്ലാത്തിൻ്റെയും ഫോട്ടോസ് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഏതൊക്കെ വേണം എന്നുള്ളത്. സൺഡേയ്സ് വർക്കിംഗ് അല്ല. സൺഡേയ്സ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ സൺഡേ വർക്കിംഗ് അല്ല നിലവിൽ. പിന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് എടുക്കാനുള്ളതാണെങ്കിൽ ഷോപ്പ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വർക്കിംഗ് ആയിരിക്കും. ആ സമയത്തൊക്കെ വന്ന് എടുക്കാനുള്ളൊരു പർച്ചേസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ്, ഇത് 3 വഴിയും ഇന്ത്യയിൽ എവിടെയും നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യണത് പാഴ്സലിൽ ഇടുകാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് വളരെ കുറവാണ്. മെയിൻ ടൗൺസിലേക്ക് എല്ലാം വന്നത് 160 രൂപ, അതർ പ്ലേസിലേക്ക് എല്ലാം ഒരു 190 രൂപ. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു എമൗണ്ടിലാണ് മിക്ക ഇതും പാഴ്സലിൻ്റെ ചാർജ് വരുള്ളൂ. ആ ഒരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 100-120 പീസ് വരെ എടുക്കാൻ പറ്റും. പിന്നെ ബണ്ടിലായിട്ടും ബെയിലായിട്ടും വേണ്ടവരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. 2 രീതിക്ക് നമ്മൾ ചെയ്തു തരാം. ബണ്ടിലായിട്ട് എടുക്കുമ്പോഴൊക്കെ റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇപ്പം സ്ക്രീനിൽ കാണിക്കുന്ന റേറ്റ് അല്ല നമുക്ക് ബണ്ടിലും അല്ലെങ്കിൽ ബെയിലൊക്കെ എടുക്കുമ്പോഴുള്ള റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ബെയിലാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ബെയിൽ വേണം എന്ന് പറയുക, അന്നേരമാണ് നമ്മൾ ബെയിൽ റേറ്റ് പറയുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഉടനെ തന്നെ മെറ്റീരിയൽ റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന റേറ്റ് തന്നെയാണ് നമ്മൾ പറയണത്. 10 പീസ് എടുക്കാനായിട്ട് നമുക്കിപ്പം ഇന്ത്യ പോസ്റ്റിലാണെങ്കിൽ 140 രൂപ അതിൻ്റെ ചാർജസ് വരും. ഇന്ത്യ പോസ്റ്റ് അടുത്തിടയ്ക്ക് റേറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്രയും ചാർജ് വന്നത്. പിന്നെ കൊറിയറിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ 11 പീസിനാണ് 100 രൂപ വന്നത്. 10 പീസിന് ഉള്ളത് 11 പീസ് വരെ നമുക്ക് 100 രൂപയ്ക്ക് എടുക്കാൻ പറ്റും. പിന്നെ പാഴ്സലിൽ അയക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 40 പീസെങ്കിലും എടുക്കണം. എന്നുവെച്ചാൽ പാഴ്സലിനകത്ത് ഒരുപാട് വലിയ ഐറ്റംസ് പോകണതാണ്. അപ്പോൾ നമ്മുടെ ഒരു കെട്ടൊന്നും കാണാതെ പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തേക്കുന്നത് പാഴ്സൽ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പാഴ്സലിനകത്ത് 120 പീസ് വരെ ഒരൊറ്റ റേറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ. ഔട്ട് സൈഡൊക്കെ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇന്ത്യ പോസ്റ്റ് അല്ലെങ്കിൽ പാഴ്സൽ സർവീസ്. കൊറിയർ ഔട്ട് സൈഡ് ചെയ്യാനായിട്ടാണ് എപ്പോഴും ബെറ്റർ. പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകൾ നമ്മൾ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം, ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ? ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അതാണ് നമ്മളത് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം, GST എത്ര ശതമാനമാണ്? 10 രൂപയാണോ GST, അതോ 5 രൂപയാണോ? ഇത് രണ്ടുമല്ല. GST ചാർജ് ചെയ്യുന്നത് 5%. നിങ്ങളിപ്പോൾ എടുക്കുന്ന ഐറ്റത്തിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ 5%മാണ് GST ചാർജ് ചെയ്യുന്നത്. 1000 രൂപ വരെ വില വരുന്ന എല്ലാ ഐറ്റംസിനും, അതായത് സിംഗിൾ പീസ് ഐറ്റം 1000 രൂപ വില വരുന്ന ഐറ്റംസിന് വരെയാണ് 5% GST ഉള്ളത്. ഇപ്പോൾ ഒരു കുർത്തി 1000 രൂപയ്ക്ക് മുകളിലാണ് വില എന്നുണ്ടെങ്കിൽ അതിന് 12% GST വരും. പിന്നത്തെ കാര്യം, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് വളരെ സിമ്പിളാണ്. നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ഐറ്റം വേണമെന്ന് പറയുക. ഞങ്ങൾ ഫോട്ടോ തരും. ആ ഫോട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെറ്റായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ അതുപോലെ റിട്ടേൺ അയക്കുക, അഡ്രസ്സ് അയക്കുക. അഡ്രസ്സിൻ്റെ ഒപ്പം പിൻകോഡ് വേണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യ പോസ്റ്റാണോ കൊറിയറാണോ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബില്ല് അയച്ചു തരും. അത് വെച്ചിട്ടുള്ള ആ ബില്ലിനകത്തുനിന്ന് നിങ്ങൾക്ക് QR കോഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അവിടുന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുകയോ ചെയ്യുക. മാക്സിമം ഇന്ന് തന്നെ കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം ഇന്ന് തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. കൊറിയർ വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അയച്ച് നാളെ കിട്ടുമെന്ന രീതിക്കാണ് മിക്ക സ്ഥലത്തും, കേരളത്തിൻ്റെ മിക്ക സ്ഥലത്തും 90% സ്ഥലത്തും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുമ്പോൾ നമുക്കൊരു ഏകദേശം കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും ഒരു 2 മുതൽ 3 ദിവസം വരെ താമസം ഉണ്ടാവും. കൊറിയർ പാഴ്സലാണെങ്കിൽ നമുക്ക് 2 ദിവസം കേരളത്തിൻ്റെ അകത്ത്. ഔട്ട് സൈഡ് പാഴ്സലൊക്കെ ആണെങ്കിൽ ഒരു 4 to 5 ഡേയ്സ് അതിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കിട്ടും. ഇപ്പോൾ മലയാളീസ് അല്ലാത്തവരും നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഇംഗ്ലീഷ് ക്യാപ്ഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. കുറച്ച് സമയപരിമിതി മൂലമാണ് നമ്മൾ
എന്നാ പറയുക ക്യാപ്ഷനൊന്നും കൊടുക്കാത്തത്. നമ്മളത് വർക്കൗട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, നമ്മൾ ടീമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ റീറ്റെയിലെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസം മുതൽ റീറ്റെയിൽ ചെയ്യും. അപ്പോൾ റീറ്റെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അന്നേരം പറയാം. പിന്നെ ചില ഐറ്റംസ് നമ്മൾ സെറ്റ് പറയുന്ന ഐറ്റംസ് ഉണ്ട്, അത് സെറ്റായിട്ട് തന്നെ എടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. അത് നമ്മൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എടുത്ത് കസ്റ്റമർ ചോദിക്കുമ്പോൾ നമ്മളത് പറയാറുണ്ട് എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത്. പിന്നെ ഒരു ഐറ്റത്തിന് ഓർഡർ തന്നു കഴിഞ്ഞിട്ട് 2 ദിവസത്തിനകം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2 ദിവസം കഴിഞ്ഞാൽ നമ്മളത് ഓട്ടോമാറ്റിക്കായി ഓർഡർ ക്യാൻസൽ ചെയ്യും. 2 ദിവസം വരെയാണ് നമ്മൾ മാറ്റി വയ്ക്കുള്ളൂ. പിന്നെ നൈറ്റി വിത്ത് ഷാൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നൈറ്റി വിത്ത് ഷാൾ വീണ്ടും വരും, നമുക്ക് പുതിയ ഡിസൈൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം നൈറ്റി വിത്ത് ഷാളിൻ്റെ പുതിയ ഇതൊക്കെ. അപ്പോൾ കുറച്ച് പ്രൊഡക്ഷൻ കമ്മിയായിട്ടുണ്ടായിരുന്നു, അത് കാരണം നമുക്ക് കുറച്ച് ഷോർട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസിനൊക്കെ. അപ്പോൾ അത് വീണ്ടും മൂവിങ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റോക്കിലേക്ക് നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ആയി തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് നമ്മൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൂരെ നിന്നൊക്കെ വന്നവരൊന്ന് വിളിച്ചിട്ട് വരിക, ഇപ്പോൾ സ്റ്റോക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്നുള്ളതൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു ഐറ്റത്തിന് ഓർഡർ തന്നിട്ട് നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പറയുവാണെങ്കിൽ അത്രയും സൗകര്യമായിരിക്കും. വേറൊരാൾ ചോദിക്കുമ്പോഴായിരിക്കും നമ്മളതില്ല എന്ന് പറയണത്, പിന്നീട് അവരത് എടുത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് അതാരും ചോദിച്ചൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് പറയണത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐറ്റം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ സ്റ്റിച്ച്ഡ് നൈറ്റീസ് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് തരും. ഐ മീൻ ഡിഫറെൻറ്റ് സൈസിലല്ല, ഒരു സൈസിൽ തന്നെ മിനിമം ഒരു ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചാൽ മതി, എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടും. സോ പതിപോലെ ഇന്നത്തെ വീഡിയോയും കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ളവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക, ഏറ്റെടുക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയും അടുത്ത ഇതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.